നിന്നു. ശ്രീ നാരായണൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ ട്രംപിനെ പോലെ ഒരു ഭരണാധികാരി നിന്നിട്ട് ഈ സ്വന്തം ചിത്രം യേശുവിൻ്റെ ചിത്രവുമായി AI വഴി ബന്ധപ്പെടുത്തി അങ്ങനെ തൻ്റെ മുഖമൊക്കെ വെച്ചൊരു യേശുവിനെ അവതരിപ്പിക്കുക? അതെ അതെ അതായത് ഈ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു രാഷ്ട്രമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പല ചരിത്രങ്ങളും പരിശോധിച്ചാൽ അറിയാവുന്നതാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ അതേ സമയത്ത് ഈ ഒരു എന്താ ഇയാളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയപ്പെടുന്ന ഒരു വില്ലൻ എന്ന് പറഞ്ഞുകൂടാ. ആരെയും പേടിയില്ലാതെ ഒരാൾ. ഇപ്പൊ ഞാൻ നിങ്ങൾ നേരത്തെ ആള് പറഞ്ഞ പോലെ അല്ല പറഞ്ഞത്. ഇപ്പൊ ഈ PC ജോർജിനെ പോലത്തെ എന്തും പറയാന്നുള്ള ഇതുള്ള ഒരാളെ, എന്ത് കളിക്കാന്നുള്ള ഒരാളാണ് ഈ ട്രംപ്. അമേരിക്കന്റെ പേര് നശിപ്പിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ അത് മാത്രല്ല, അത് എല്ലാ രാഷ്ട്രങ്ങളും ഇപ്പം വിഷമിക്കുന്നതാണെന്നില്ലേ. ഇതിന്റെ പേരിൽ മുതലാളിമാർക്ക് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അതായത് ഇത് ഓരോ സാധനത്തിനും വില വർദ്ധിപ്പിക്കുന്ന ഒരു ഇതെല്ലാം കാണുന്നില്ല. അതെല്ലാം ഇയാൾ ചെയ്തു വെച്ച് ഈ ദ്രോഹം കൊണ്ടല്ലോ. ഒരു കാര്യമില്ല അതൊന്നും. പക്ഷെ അതുപോലെയാണ് ബൂർഷ്വാസികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ഇടങ്ങാറ് വരാനാണ് നിൽക്കുക. അതുപോലെ ഈ ലോക സമാധാനമുള്ള സമയത്ത് ഈ ട്രംപിനെ പോലെ തന്നെ ഭരണാധികാരികൾ ഉണ്ടായില്ല എന്താ ചെയ്യാ സാറേ? അമേരിക്ക എന്ന് പറഞ്ഞാൽ ഏതെല്ലാം കാര്യത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്താന്നറിയോ നിങ്ങൾക്ക്? ഏറ്റവും കൂടുതൽ പല ഓരോന്നോരോന്നെടുത്ത് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള അമേരിക്കയെ നശിപ്പിക്കാനായിട്ട് വന്ന ഒരു ഭൂതമാണ് ഇയാൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ശ്രീ സജിയാണ് വയനാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ, സാധാരണഗതിയിൽ ഒരു രാഷ്ട്രത്തലവന്മാരൊക്കെ ഒരു ട്വീറ്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു സമൂഹ മാധ്യമത്തിൽ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഔദ്യോഗികമായി പ്രതികരിക്കുകയോ ചെയ്യുമ്പോൾ പലതവണ ആലോചിച്ച് അതിൻ്റെ നയതന്ത്ര വശങ്ങളൊക്കെ, ഇപ്പം നമുക്ക് സാധാരണക്കാരായ നമ്മൾ ചിലപ്പോൾ വൈകാരികമായി പറയുമ്പോൾ ചിലപ്പോൾ ചില വാക്കുകൾ വിട്ടുപോകാം. പക്ഷേ രാഷ്ട്രത്തലവന്മാർ അങ്ങനെയല്ല. അവരുടെ ഓരോ വാക്കും, ആ വാക്കിൻ്റെ കുത്തും കോമയും പോലും വളരെ പ്രാധാന്യമുള്ളതാണ്. പലതവണ വെറ്റ് ചെയ്ത ശേഷമാണ് ഇവരൊക്കെ ഒരു വാചകം പുറത്തേക്ക് പറയുന്നത് തന്നെ. അല്ലാതെ പെട്ടെന്ന് ഒരു നാൾ വന്നിട്ട് പെട്ടെന്ന് പറയുകയല്ല. പക്ഷേ ട്രംപിൻ്റെ പല വാചകങ്ങളും കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കാണുമ്പോൾ അങ്ങനെയൊന്നും അമേരിക്കയിലില്ല. അദ്ദേഹത്തിന് തോന്നുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയുന്ന ഒരാളായി ചിലർക്കെങ്കിലും തോന്നുന്നുണ്ട്. അത് ശരിയാണോ? ശരി സാറേ. ഈ ട്രംപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകരാഷ്ട്രങ്ങളിൽ വലിയ പദവി, ഞാനാണ് ഹിറ്റ്ലർ എന്ന് അറിയപ്പെടുന്ന ഒരു രീതിയാണ് ഇപ്പം നടക്കുന്നത്. നമ്മുടെ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മളെ പോലുള്ള സാധാരണക്കാരെയാണ് ഏറ്റവും അത് ബാധിക്കുന്നത്. ഇപ്പം തന്നെ ചിന്തിച്ചു നോക്കും, മാർപ്പാപ്പ വരെ അങ്ങനെ പറയണമെങ്കിൽ ഒരു മതമായ രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങനെയാണോ പറയേണ്ടത്? യേശുവിന്റെ രൂപം വരെ വെച്ചിട്ട് നമ്മളെ പോലുള്ള പൊതുജനങ്ങൾക്ക് മതമാണോ വലുത്? നമുക്കിവിടെ ജീവിക്കണം. ഒരു മതവും ഒരു വിശ്വാസവും ഒരാളെ തീറ്റിപ്പറ്റുന്നില്ല. അത് വേണം, അത്യാവശ്യം നമുക്ക് ദൈവം വേണം. പക്ഷെ ഇതിപ്പോ നാടിനെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ അമേരിക്ക എന്ന രാജാവ് മാറിയില്ലോ എന്ന് ഓർക്കുമ്പോൾ എല്ലാവർക്കും സങ്കടമുണ്ട്. കാരണം വിദേശങ്ങളിൽ പണിയെടുത്ത് ജീവിക്കുന്ന എത്രയോ പാവങ്ങളുണ്ട്. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ചെയ്യുന്നത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ സുബ്രഹ്മണ്യനാണ് പെരുമ്പാവൂരിൽ നിന്നും. ശ്രീ സുബ്രഹ്മണ്യൻ, താങ്കൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഈ ട്രംപിനെ പോലെ ഒരാൾ ഇപ്പോൾ ഈ ഇറാനോട് മുട്ടി പരാജയപ്പെട്ടതാണോ അദ്ദേഹത്തിന് ഈ തരത്തിലേക്കൊക്കെ പ്രവർത്തനം നടത്താൻ പ്രേരിപ്പിക്കുന്ന ഘടകം? കിരൺ സാർ നമസ്കാരം. നമസ്കാരം. സാറേ, ഇറാനോടുള്ള ബന്ധത്തിലാണ് ഈ ട്രംപ് ഇങ്ങനെ ആയിപ്പോയത്. ഇറാന്റെ വിഷയത്തിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇറാൻ പറഞ്ഞു, യുദ്ധം തുടങ്ങി വെക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ, നിർത്താൻ പറ്റില്ല. ഇറാൻ ആ പറഞ്ഞ വാക്ക് ഇപ്പോഴും അന്വർത്ഥമായിക്കൊണ്ടിരിക്കുക. ഇസ്രായേൽ വിചാരിച്ചിട്ടും അമേരിക്ക വിചാരിച്ചിട്ടും യുദ്ധം നിർത്താൻ പറ്റുന്നില്ല. ലോകരാഷ്ട്രങ്ങളെല്ലാം ട്രംപിന് എതിരായി. അപ്പോൾ ട്രംപിനിപ്പോ നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ നായര് പിടിച്ച പുലിവാൽ എന്ന് പറയുന്നത് ഒരു പുലിവാലിലാണ് ഇറാന്റെ കേസിൽ ട്രംപ് പിടിച്ചിരിക്കുന്നത്. ഇറാനെ ഈ അമേരിക്ക വിചാരിച്ചാലോ ഇസ്രായേൽ വിചാരിച്ചാലോ പെട്ടെന്ന് തകർക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രമല്ലല്ലോ ഇറാൻ. അറിയാവുന്നവർക്ക് അറിയാലോ. അത് വിസ്തൃതമായ രാഷ്ട്രവും അവരുടെ കയ്യിൽ ഉള്ള സന്നാഹങ്ങളും വെച്ച് നോക്കുമ്പോൾ യുദ്ധം ഇങ്ങനെ ചെയ്തുകൊണ്ട് തീർന്നിരിക്കുകയാണെന്നല്ലാതെ തീർക്കാൻ പെട്ടെന്ന് ട്രംപിന് കഴിയാത്തത് കൊണ്ട് മാർപ്പാപ്പ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ആ അഭിപ്രായത്തെ മാനിക്കാൻ ട്രംപിന്റെ ഈഗോ സമ്മതിക്കുന്നില്ല. ഇതിനു മുമ്പ് വിളിച്ച ആള് പറഞ്ഞു, PC ജോർജിനൊക്കെ വോട്ട് ചെയ്ത് പറഞ്ഞു, ഈ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ഈ നേതാക്കന്മാർ ഓരോ ശൈലി പറയുമ്പോൾ അത് പൊതുജനം അത് സഹിക്കണം എന്ന് പറയുന്നത് വളരെ ഒരു പോരായ്മയാണ്. ഇതാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ സുബ്രഹ്മണ്യൻ. ശ്രീ നൈസാമാണ് കൊട്ടിയത്ത് നിന്നും. ശ്രീ നൈസാം,
താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ അഭിപ്രായ പ്രകടനങ്ങളും മാർപ്പാപ്പയോടുള്ള കടുത്ത വിമർശനവും സ്വയം യേശുവായി ചിത്രീകരിച്ചുള്ള ചിത്രവും ഒക്കെ കാണുമ്പോൾ? നമസ്കാരം സാർ. തുടങ്ങി അദ്ദേഹത്തിന്റെ സാമ്പത്തിക സംരക്ഷണങ്ങൾ വളരെയധികം ഉയർന്നു എന്നുള്ളത് നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. രാത്രിയാകുമ്പോഴത്തേക്ക് അദ്ദേഹം യുദ്ധം പ്രഖ്യാപിക്കണമോ വേണ്ട നിർത്തിവെക്കുന്നു, 2000 കൊടുക്കുന്നതിന് ഷെയർ മാർക്കറ്റിൽ അഭൂതമാറുള്ള ബൈങ് ഉണ്ടാവും. അഭൂതമായ ഷെയർ മാർക്കറ്റ് ഡൗ ജോൺസ് ഒക്കെ വളരെ വളരെ കയറും. എപ്പോഴ് ഡൗൺ മാർക്കറ്റ് അടിക്കണമെന്ന് തോന്നുന്നു ആ സമയത്ത് അദ്ദേഹം പ്രഖ്യാപിച്ചു. ആ രീതിയിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ക്രമീകരണങ്ങൾ എന്തുമാത്രം വിജയിച്ചിരിക്കുന്നു എന്ന് നോക്കുക. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതാ. ഞാനൊരു പഴയ റഷ്യൻ കഥ പറഞ്ഞ് പെട്ടെന്ന് നിർത്താം. ഒരാളിനോട് വന്ന് പറഞ്ഞ് എനിക്ക് സ്വത്ത് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് വൈകുന്നത് വരെ എടുക്കാവുന്ന സ്വത്ത് നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞു. അദ്ദേഹം ഓടി അവസാനം ഓടിയെത്തി മരണത്തിലെത്തി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതും കൂടെ ഓടിയെടുത്ത് കളയാന്ന് പറഞ്ഞാൽ മരണത്തിൽ 6 അടി മണ്ണേ വേണ്ടി വന്നുള്ളൂ. ആ മനുഷ്യനും ആ മനുഷ്യന്റെ കുടുംബത്തിലുള്ളവർക്കും എല്ലാ ആൾക്കാർക്കും 6 അടി മണ്ണിന്റെ ആവശ്യമേ ഉള്ളൂ. ഇത്രയും കുട്ടികളെയും ആൾക്കാരെയും ലോകത്തെയും ഒക്കെ ദുഃഖത്തിലാഴ്ത്താതെ ഇതൊക്കെ നിർത്തി സമാധാനത്തിന്റെ പാതയിലേക്ക് നീങ്ങിയാൽ അത് ലോകത്തിനും നമ്മൾക്കും ഒക്കെ എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ പക്ഷിമൃഗാദികൾക്കും നന്മ വരുത്തട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് വരുത്താൻ വേണ്ടി നമുക്കൊക്കെ പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ജനതയാണ് ഈ കുരിശിനെ എടുത്ത് യഥാർത്ഥത്തിൽ വെച്ചത്. അതുകൊണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗവൺമെന്റിന്റെ ഇംപീച്ച്മെന്റ് കൊണ്ടുവന്ന് അദ്ദേഹത്തെ പുറത്താക്കി ചാപ്പ കുത്തി പുറത്താക്കാൻ അവിടുത്തെ ജനതയും അവിടുത്തെ ഭരണകൂടവും തയ്യാറായല്ലാതെ വേറൊരു മാർഗവും ഇല്ല. അതിനുവേണ്ടി നമുക്ക് വ്യക്തമാണ്. സന്തോഷ് കുമാറാണ് കോഴിക്കോട് നിന്നും. ശ്രീ സന്തോഷ് കുമാർ, ഒരു രാഷ്ട്രത്തലവൻ, എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ ട്രംപ് അല്ലാതെ മറ്റാരെങ്കിലും ഒരു രാജ്യത്തലവൻ ഇങ്ങനെ ഒരു ചിത്രത്തെ, യേശുവിൻ്റെ ചിത്രത്തെയൊക്കെ സ്വന്തം തലയുടെ വെച്ച് ചിത്രമായി ചിത്രീകരിച്ചെങ്കിൽ ഇതിനേക്കാളും വലിയ കലാപമൊക്കെ ഉണ്ടായേനെ. ട്രംപ് പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുകയും പിന്നീട് അതിപ്പോൾ തൽക്കാലത്തേക്ക് കുലുമാലാവും എന്ന് കണ്ടതോടുകൂടി അദ്ദേഹം അത് പിൻവലിക്കുകയും. ഹലോ ശ്രീ സന്തോഷ് പറഞ്ഞോളൂ. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോ എനിക്ക് ഇതിലേക്കൊന്നും പറയാൻ എൻ്റെ അടുത്ത് വേറെ വാക്കുകളൊന്നും ഇല്ല. ഞാൻ ഇതിലിപ്പോ വിളിക്കാൻ കാരണം എന്താ വെച്ചാല് ഇതിനകത്ത് ഇപ്പൊ കുറച്ച് മുന്നേ വടകരയിൽ ഒരു ബാലൻ എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചു. പക്ഷെ അയാൾ ചിലപ്പോ എന്റെ മൂത്തതായിരിക്കും, ഞാൻ പേര് വിളിച്ചതും കൊണ്ട് സോറി, എന്റെ മര്യാദ ഞാൻ കീപ്പ് ചെയ്യാണ്. അയാൾ അപ്പോഴത്തേക്ക് ഇവിടുത്തെ മുഖ്യമന്ത്രിനെ എടുത്തിട്ട് അതിനു വേണ്ടി മാത്രം ഞാൻ വിളിച്ചു. അതായത് എനിക്ക് ഇതിനെ പറ്റി പറയാൻ വലിയൊരു ഐഡിയ ഇല്ല. ശ്രീ സന്തോഷ്, അതങ്ങനെ വിട്ടരുത്. ഞാനത് അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട നമ്മൾ മുഖ്യമന്ത്രിക്കെതിരെ പറയേണ്ട ചർച്ചകൾ എടുക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ പറയാം. പക്ഷേ ഇപ്പോൾ ട്രംപിന്റെ വിഷയം പറയുമ്പോൾ അതിൽ ഒരു കാര്യവുമില്ലാത്ത ഒരു ഉപമ ഉണ്ടെന്ന് പറഞ്ഞാണ്. അതിനെതിരെ ഞാൻ വളരെ കൃത്യമായി തന്നെ അവിടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇനി ആ വിഷയത്തിലേക്ക് താങ്കൾ പറയേണ്ട കാര്യമില്ല. താങ്കളുടെ എതിർപ്പ് കൂടി അതിനകത്ത് അംഗീകരിക്കുന്നു. ശ്രീ സന്തോഷ് കുമാർ ഈ കാര്യത്തിൽ പറയും. എതിർപ്പായി തന്നെ അംഗീകരിക്കുന്നു. താങ്കളുടെ ഈ വിഷയത്തിൽ അഭിപ്രായം പറയും. അതാ പറഞ്ഞു, ഇതേമാതിരി ബാലന്മാർക്ക് ഇനിയും കൊടുക്കണം പണി, അതാണ്. ശരി, ഓക്കെ. ശ്രീ ഫിറോസ് ആണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ഫിറോസ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു രാഷ്ട്രത്തലവനൊക്കെ യേശുവിൻ്റെ ചിത്രത്തെ സ്വന്തം മുഖം കൊണ്ടുവച്ച് ഒരു AI ഉണ്ടാക്കുക, ഇത് സാധാരണ മനുഷ്യർ പോലും അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് സാധാരണ മനുഷ്യർക്ക് അടക്കം അറിയാം. അപ്പോഴാണ് ഒരു രാഷ്ട്രത്തലവൻ, ചിലപ്പോൾ അദ്ദേഹത്തിന് അതിന് പിന്നിൽ മറ്റു ചില ഉദ്ദേശങ്ങളും ഒക്കെ കാണും. ഈ സ്വയം എനിക്ക് മാർപ്പാപ്പയാവാൻ ശേഷിയുള്ള ആളാണ് എന്ന് അവകാശപ്പെട്ടയാളാണ്, അടുത്ത മാർപ്പാപ്പയാവാൻ എനിക്ക് കഴിയുമെന്ന് അവകാശപ്പെട്ടയാളാണ്. ഇറാൻ്റെ പരമോന്നത നേതാവാകാൻ ആ രാജ്യം പുള്ളിയെ ക്ഷണിച്ചതാണ്, ഞാൻ പക്ഷേ പോകാതിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണാരൻ ചൈൽ എന്നൊക്കെ പറയുമല്ലോ, ആ തരത്തിൽ തള്ളുന്ന ആളൊക്കെയാണ് അദ്ദേഹമാണിപ്പോൾ പുതിയ ചിത്രവുമായി വന്നിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതായത് ഈ ട്രംപ് എന്ന് പറയുന്ന വ്യക്തി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.